ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ ചർച്ചയെല്ലാം കഴിഞ്ഞ് ശിവനൊക്കെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കമലയാണെങ്കിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കമല ചോദിക്കുന്നുണ്ട്, അവിടെ എന്തായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിവനൊക്കെ വെള്ളം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെള്ളം പോലും എടുത്തു കൊടുക്കാതെ പറയുന്നുണ്ട്, കാര്യം പറ, എന്നിട്ട് വെള്ളം തരാം എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഉടനെ ശിവൻ പറയുന്നു, നമ്മളെല്ലാവരും ഇത്രയും കാലം കരുതിയിരുന്നത് എന്താ, അലീന അനാഥയാണെന്നും അവിടുത്തെ വേലക്കാരിയാണും എന്നൊക്കെയല്ലായിരുന്നോ? എന്നാൽ അതൊന്നും അല്ല കാര്യം. ശരിക്കും ബാലേന്ദ്രൻ നമ്മളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന്. അങ്ങനെ ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് അവൻ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മകളാണ് അലീന. ആ മകളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി അവനാണ് ഇതിനുള്ള ചരടുവലികൾ മൊത്തം നടത്തിയത് എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്നത് കേട്ട് ഒട്ടും വിശ്വസിക്കാനാവാതെ സത്യമായിട്ടും എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് തീരുമാനമെടുക്കാനാ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ ഇപ്പോൾ കമലയുടെ സഹോദരൻ പറയുന്നുണ്ട്, ഇതിനകത്ത് എന്താ ഒരുപാട് തീരുമാനമെടുക്കാനൊന്നുമില്ല. വൈജയന്തിക്ക് അവളെ സഹിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അലീനെ ഇനി അവിടെ നിർത്തരുത്, അവിടെ നിന്നും അടിച്ചിറക്കണം എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, ഞാനേലും വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നു. ശേഷം ഇപ്പോൾ കമല മനുവിനെ വിളിക്കുന്നുണ്ട്. നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ വന്നുകൊണ്ടിരിക്കുക. എന്താ അമ്മയെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് കമല ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, സംസാരിക്കാം, ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ മനു ഒരു സൈഡിലേക്ക് വണ്ടിയൊക്കെ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നീ അലീനെ എവിടെ വെച്ചാണ് ആദ്യം കണ്ടത്? നീ മുത്തശ്ശൻ്റെ കൂടെ പോയപ്പോഴാണോ കണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല അമ്മ, എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ മനു പറയുന്നു. ഉടനെ ഇപ്പോൾ കമല പറയുന്നുണ്ട്, എടാ, നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല കഥ, അവൾ ശരിക്കും ബാലേന്ദ്രൻ്റെ മകളാണ് എന്നിങ്ങനെ കമല പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്? ഞാനിത് വിശ്വസിക്കില്ല എന്നിങ്ങനെ മനു പറയുമ്പോൾ, നീ ഇനി വിശ്വസിക്കേണ്ട, ഇത്രയും നാളും അയാൾ വലിയ പുണ്യാളനായി, അവളാണെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യാളത്തെയാണെന്നും പറഞ്ഞൊക്കെയല്ലേ നടന്നത്. രണ്ടിൻ്റെ തനിനിറം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നു. ഉടനെ മനു പറയുന്നുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കില്ല, ഇതെന്തായാലും ഞാൻ അങ്കിളിനെ നേരിട്ട് കണ്ട് ചോദിക്കും. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, ചോദിക്കണം, ഇപ്പം അയാളുടെ സ്വഭാവം മനസ്സിലായില്ലേ, ഇനി നീ നേരിട്ട് തന്നെ ചെന്ന് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചോദിക്കും, ചോദിച്ചിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വളരെ ദേഷ്യം പിടിച്ച് തന്നെ മനു വണ്ടിയും എടുത്ത് കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വന്ന് വാതിൽ തുറക്കുന്നത് ബബിതയാണ്. എന്തി എല്ലാവരും ഇവിടെ, ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറി മനു ചോദിക്കുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ആരെയാ കാണേണ്ടത് എന്ന്. എനിക്ക് 3 പേരെയാണ് അർജൻറ്റായിട്ട് കാണേണ്ടത്. ഒന്ന് അലീന, പിന്നെ അങ്കിളും ആൻറ്റിയും, ഇവരും 3 പേരെയും. ഇവരെ 3 പേരെയും എനിക്ക് കാണണമെന്നിങ്ങനെ മനു പറയുമ്പോൾ, എന്താ കാര്യം, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അല്ല, ഇന്നൊരു ചർച്ച നടന്നല്ലോ, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലാരിറ്റി വരുത്താനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ മനു പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഇതിൽ നമുക്കെന്തെങ്കിലും റോളുണ്ടോ എന്ന്. ഉടനെ മനു പറയുന്നുണ്ട്, നമുക്ക് റോളൊന്നും ഇല്ലല്ലോ, നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് മനു ഇപ്പോൾ അലീനയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ സമയം വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ മനു പറയുന്നു, എനിക്ക് അലീനയെ ഒന്ന് കാണണം. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരുന്നത് അവളെ കാണാനാണല്ലോ, ഇതിനു മുമ്പായിരുന്നപ്പോൾ അമ്മയെ കാണാനാണെന്നും പറഞ്ഞ് നീ വരുമായിരുന്നു, ഇതിപ്പോൾ പുതിയ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് കാണുമല്ലേ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, കണ്ടുപിടിച്ചു, ഏതായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അലീനയുടെ റൂമിൽ പോയി ഡോറിൽ തട്ടുന്നുണ്ട്. അലീന ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് കുറച്ച് നേരം മനു നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് കോൺഫിഡൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ മനുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, മനുവേട്ടൻ എന്നോട് സംസാരിക്കാൻ അനുവാദം മേടിക്കണോ എന്നും ചോദിക്കുന്നു. ഉടനെ മനു ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും ഇവിടുത്തെ അങ്കിളിൻ്റെ മകളാണോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അച്ഛനെന്നൊക്കെ പരസ്യമായിട്ട് വിളിക്കാൻ തുടങ്ങിയോ എന്ന് മനു ചോദിക്കുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ശരിക്കും അങ്കിളിൻ്റെ മകളാണെങ്കിൽ നീ ഇത്ര കാലം എവിടെയായിരുന്നു, നിൻ്റെ അമ്മ ആരാണ്, നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നൊക്കെ മനു ചോദിക്കുന്നു.
ഉടനെ ഇപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അച്ഛനാണ്, അതുകൊണ്ട് അച്ഛനോട് ചോദിക്കേ എന്ന് അലീന പറയുമ്പോൾ, നിനക്കൊന്നും പറയാനില്ലേ എന്ന് മനു ചോദിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല, മനുവേട്ടന് അറിയത്തില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന്, അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്നൊക്കെ അലീന പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ വേലക്കാരിയായി കയറി വന്ന് നിനക്ക് കിട്ടിയതെല്ലാം ബോണസ് അല്ലായിരുന്നോ? ഒരച്ഛനെ കിട്ടി, കൂടപ്പറപ്പുകളെ കിട്ടി, ഒരു കുടുംബം കിട്ടി, പിന്നെ നീ എന്തിനാ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ, എനിക്കിതിനെ മറുപടി പറയാനൊന്നുമില്ല, മനുവേട്ടൻ പോയി അച്ഛനോട് സംസാരിക്കുക എന്ന് അലീന പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ മനുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്, നിന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും പലരോടും വഴക്കുണ്ടാക്കിയതും ഞാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നു. അലീന ആകെ വിഷമിച്ച് എല്ലാ കാര്യങ്ങളും മനുവിനോട് തുറന്നു പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ പറയാതെ ഒന്നും പറയാനും സാധിക്കുന്നില്ല അലീനയ്ക്ക്. ഞാൻ എന്തായാലും പോയി അങ്കിളിനെ കണ്ടിട്ട് വരട്ടെ, അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മനു ഇപ്പോൾ റൂമിൽ നിന്നും പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അലീന. ഈ സമയം ബാലേന്ദ്രനാണെങ്കിൽ ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണ്ട കറക്ഷൻസ് ഒക്കെ വിളിച്ച് തിരക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ മനു അവിടേക്ക് ചെല്ലുന്നത്. റൂം അകത്ത് നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. മനു ഇപ്പോൾ പുറത്ത് നിന്ന് വാതിൽ തട്ടി വിളിക്കുമ്പോൾ ആരാണെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. അപ്പോൾ മനു ആണെന്ന് മനു പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ, അങ്കിൾ എന്തിനാ ഈ റൂം എപ്പോഴും ഇങ്ങനെ കുറ്റിയിടുന്നത്? അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ, ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, അകത്തു നിന്നുള്ള ആക്രമണം അത് ഞാൻ നോക്കിക്കോളാം, പുറത്തു നിന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ, അങ്കിളിനിപ്പോൾ ആരെയും വിശ്വാസമില്ലേ എന്ന് മനു ചോദിക്കുന്നു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ബാലേന്ദ്രൻ മനുവിനെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. മനു ഇപ്പോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ആകെ ദേഷ്യത്തിലാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്താടാ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞു, കുറച്ച് കഥകൾ കേട്ടു, ആ കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്തിനാണ് ഇങ്ങനത്തെ നുണകളൊക്കെ വിളിച്ച് പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നുണകളല്ല, അത് അങ്ങനൊരു കാര്യം നടക്കാൻ മേലെന്നൊന്നുമില്ലല്ലോ. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, നമ്മളൊരു മുഖംമൂടി എടുത്ത് അണിയുമ്പോൾ അത് നമ്മുടെ മുഖത്തിന് ചേരുന്നതായിരിക്കണം, അല്ലാത്ത എടുത്ത് അണിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ മനു പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിന്റെ അച്ഛനും കൊച്ചച്ഛനും സഹിതം എല്ലാ ഉണ്ണാക്കന്മാരും വിശ്വസിച്ചല്ലോ, പിന്നെന്താ നിനക്ക് കുഴപ്പം എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, കുടുംബത്തെ ഇങ്ങനെ കുത്തല്ലേ അങ്കിളെ എന്ന്. ഇത് കേട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കുടുംബം അതൊരു കുടുംബമാണോടാ? അതിനകത്ത് നീ എങ്ങനെ വന്ന് പെട്ടു എന്ന് എനിക്കറിയാത്തത്. അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിന് മനസാക്ഷി ഉണ്ടോ? അവിടെ നിന്റെ മുത്തശ്ശന് മരിക്കാറായപ്പോഴാണ് ഇത്തിരി മനസാക്ഷി വന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കേണ്ട. അങ്കിളിപ്പോൾ പറഞ്ഞു വെച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അങ്കിളിനറിയാമോ? ഈ കുടുംബം തകർന്നു കിടക്കുവാണ്, നാലും നാല് വഴിക്ക് പോയില്ലെന്നേ ഉള്ളൂ, അത് ഇനി അങ്ങനെ സംഭവിക്കും. ഈ കഥ വിശ്വസിക്കാൻ ആരെക്കൊണ്ട് പറ്റും? വൈജയന്തി ഒരു പെണ്ണല്ലേ, അവർക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അതുപോലെ അങ്കിളിൻ്റെ മക്കൾ അങ്കിളിനെ എങ്ങനെയാണ് കാണേണ്ടത്? ജീവിതത്തിൽ തെറ്റുകൾ പറ്റി അതിലുണ്ടായ ഒരു മകളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന വെറും ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് മനു വീണ്ടും പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, അതൊന്നുമല്ല അങ്കിൾ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ റോൾ മോഡലായിരുന്നു അങ്കിൾ. അങ്കിൾ എന്തിനാ അങ്കിൾ ഇങ്ങനൊരു കഥ വിളിച്ച് പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല, എനിക്കിത് വളരെ വിഷമം ആകുന്നുണ്ട്. അങ്കിൾ എന്ത് സത്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം എന്നൊക്കെ ഇപ്പോൾ മനു പറയുന്നുണ്ട്. അത് കേട്ട് ബാലേന്ദ്രന് വളരെയധികം സങ്കടമാകുന്നു. ഉടനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, വേറെ എന്താണ് സത്യമെങ്കിലും അത് തുറന്നു പറ, അതെന്ത് കാര്യമാണെങ്കിലും ഇതിനേക്കാൾ കൂളായിട്ട് നമുക്ക് ഡീല് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനു പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് ഉറപ്പാണോ എന്ന്. അപ്പോൾ മനു പറയുന്നു, ഉറപ്പാണെന്ന് പറയുന്നു. ഉടനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കാണാതായത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, അന്ന് പോയിട്ട് വന്നിട്ടാണല്ലോ വെള്ളമടിച്ച് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ ആയത് എന്നൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനന്ന് പോയത് കോയമ്പത്തൂരിലേക്കല്ലായിരുന്നു, നിന്റെ വല്യച്ഛനെ കാണാനായിരുന്നു എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആ കഥ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയത് അയാളോട് ഒരു കാര്യം ചോദിക്കാനാണ്, വിവാഹത്തിന് മുമ്പ് വൈജയന്തിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായോ എന്നെനിക്ക് ചോദിക്കണമായിരുന്നു, അത് ചോദിക്കാനാണ് ഞാൻ പോയത് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മനു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.